ബാങ്കിങ് അവയർനെസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടൂൾസ് ഓഫ് മോണിറ്ററി കൺട്രോൾ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ടൂൾസ് ഓഫ് മോണിറ്ററി കൺട്രോൾ. അതിൽ ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്, CRR, പിന്നെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ റേറ്റ് എന്ന് പറയും, റിപ്പോ റീപർച്ചേസ് ഓർഡർ, റിപ്പോ റേറ്റ്. പിന്നീട് വരുന്നത് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോയും എന്താ പറയുക, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി എന്ന് പറയും. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി അത് അവിടെ വരുമ്പോൾ പറയാം, ഡീറ്റെയിൽ അപ്പോഴും പറയാം. റിപ്പോ, റിവേഴ്സ് റിപ്പോ, ഇത് ടൂൾസ് ഓഫ് മോണിറ്ററി കൺട്രോൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പോലുള്ള കൺട്രിയിൽ ഇത്രയും ഫിനാൻഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആയിരിക്കാൻ കാരണം RBIയുടെ ഈ ടൈപ്പ് ഓഫ് കൺട്രോൾ കൊണ്ടാണ്. വേറെ എവിടെയൊക്കെ എന്തെല്ലാം ബാങ്ക്സും ഫിനാൻഷ്യൽ സെക്ടറെല്ലാം തകർച്ച വന്നാൽ ഇന്ത്യയുടെ വളരെ സ്ട്രോങ് ആയിട്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ഗവൺമെൻറ്റ്സ്, കോൺഗ്രസ് ആയാലും CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ BJP ആവട്ടെ, അവരുടെ എല്ലാം നമ്മുടെ ഫിനാൻസ് അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ അത് ഇത്രയും കൺട്രോൾ കൊണ്ടുകൂടിയാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, പിന്നെ വരുന്നത് ബാങ്ക് റേറ്റ്, പിന്നീട് വരുന്നത് MSF എന്ന് പറയും, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, ആൻഡ് ഇപ്പോൾ പുതിയ ഒരെണ്ണമുണ്ട് SDF, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാം, വളരെ ചുരുങ്ങിയ ഇതിൽ നമുക്ക് നോക്കാം. എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ച് ഡെപ്പോസിറ്റ്സ് ലയബിലിറ്റിയാണ്. ഒരാളൊരു ബാങ്കിൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് തുടങ്ങി. ഞാനിപ്പോൾ ഒരു 5 ലക്ഷം രൂപ കൊണ്ട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഇട്ടു. അപ്പോഴേക്കും അത് എപ്പോഴും ബാങ്കിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. നമ്മൾ വിചാരിക്കും പൈസ ബാങ്കിന് വരുന്നതിന് എന്ത് ലയബിലിറ്റി എന്ന് ചോദിക്കും. അങ്ങനെയല്ല. ഇപ്പോൾ ഡെപ്പോസിറ്റ് 1 ലക്ഷം ഇട്ടാൽ അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ബാങ്കിന് ആ ഡെപ്പോസിറ്റും ഇൻട്രസ്റ്റും കൊടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതൊരു ബാങ്കിനെ സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. പക്ഷേ ലോൺ കൊടുത്താൽ അങ്ങനെയല്ല. അപ്പോൾ കാറ് വാങ്ങിക്കാൻ വേണ്ടി 15 ലക്ഷം കൊടുത്തു, അത് ബാങ്കിന് അസറ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ലയബിലിറ്റിയാണ്. അപ്പോൾ അതിൽ 2 തരമുണ്ട്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ടേം ഡെപ്പോസിറ്റ്, ടൈം ലയബിലിറ്റി, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഡിമാൻഡ് മീൻസ് സേവിങ്സ് ബാങ്കും കറണ്ട് അക്കൗണ്ടുമാണ്. സേവിങ്സ് ബാങ്കും കറണ്ട് അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഡിമാൻഡ് ലയബിലിറ്റി. എന്നുവെച്ചാൽ അവരെപ്പോഴും ചോദിച്ചാലും പൈസ കൊടുക്കണം. സേവിങ്സ് ബാങ്ക് ഇട്ട പൈസ എന്നിട്ട് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ നാളെ വേണമെങ്കിലും എടുക്കാം, അന്ന് തന്നെ വേണമെങ്കിലും എടുക്കാം. കറണ്ട് അക്കൗണ്ട് ആയാലും അങ്ങനെയാണ്. കസ്റ്റമറിന് എപ്പോഴും വേണോ ആവശ്യമുള്ള പൈസ എടുക്കാം. മറ്റേത് എടുത്തുകൂടാന്നല്ല, പക്ഷേ അതൊരു പീരീഡ് ഇടുന്നതാണ് എന്തോന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഇപ്പോൾ അത് ഫോർ എക്സാമ്പിൾ 7 days അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 2 years, അതിന് 10 വർഷം വരെ അത് ഇടാം. അപ്പോൾ അത് ആ 2 വർഷം കഴിയുമ്പോഴേ അത് ഡേറ്റ് ആവുള്ളൂ. പിന്നെ എമർജൻസി വന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് റേറ്റൊക്കെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എപ്പോഴും ലയബിലിറ്റിയാണ്. അതിന് എന്തോ ലയബിലിറ്റി എന്ന് പറയുന്നത് ടൈം ലയബിലിറ്റി. സേവിങ്സ് ബാങ്കും കറണ്ട് അക്കൗണ്ടും ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറയും. രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറയും. നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, NDTL എന്ന് പറയും. NDTL. അപ്പോൾ എല്ലാ ബാങ്കിനും ഒരു NDTL ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയാലും കാനറ ബാങ്ക് ആയാലും SBI ആയാലും സൗത്ത് ഇന്ത്യൻ ബാങ്ക്, എല്ലാ ബാങ്കിനും ഇത് NDTL പ്രധാനമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 1000 കോടി, 1000 കോടിയൊന്നുമല്ല, വലിയ ഫിഗറാണ്, ലാക്സ് ഓഫ് ക്രോർസ് വരും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ വലിയ ബാങ്കല്ലേ. അപ്പോഴേക്കും എക്സാമ്പിൾ 100 കോടി വരും. 100 കോടിയാണ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. ഒരു ബാങ്കിൻ്റെ ഓൾ ഓവർ ഇന്ത്യ എല്ലാ ബ്രാഞ്ചും കൂടെ ചേർത്തിട്ട് 100 കോടി ഉണ്ടെന്ന് വയ്ക്കും, ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, എക്സാമ്പിൾ CRR, അത് ക്യാഷായിട്ട് അവർ സൂക്ഷിക്കണം. എപ്പോഴും 100 കോടി രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ 4% അല്ലെങ്കിൽ 3.5% എന്ന് വയ്ക്കും. റേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, 2 മാസം കൂടുമ്പോൾ റേറ്റ് ചേഞ്ച് ആവും. അപ്പോൾ 100 കോടി ഉണ്ടെങ്കിൽ 3% എന്ന് വയ്ക്കും, 3% അത്രയും എമൗണ്ട്, 3 കോടി രൂപ അവരെപ്പോഴും എല്ലാ ബാങ്കും ക്യാഷായിട്ട് സൂക്ഷിക്കണം. അത് RBIയിൽ അക്കൗണ്ട് തുടങ്ങും. എല്ലാ ബാങ്കിനും RBIയിൽ അക്കൗണ്ട് ഉണ്ട്. അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനായാലും ഫെഡറൽ ബാങ്കിനായാലും കാത്തലിക് സിറിയൻ ബാങ്കിനായാലും ധനലക്ഷ്മി ബാങ്കിനായാലും യെസ് ബാങ്കിനായാലും എല്ലാം അവർക്ക് RBIയിൽ അക്കൗണ്ട് കാണും. അപ്പോൾ എല്ലാ ബാങ്കും നമ്മുടെ NDTLൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ക്യാഷായിട്ട് സൂക്ഷിക്കണം. അത് പറയുന്നത് ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് NDTL ആസ് ക്യാഷ് വിത്ത് RBI. അതാണ് CRR. അടുത്ത് വരുന്നത് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇതൊക്കെ നിർബന്ധമായിട്ടും RBI മോണിറ്ററി കൺട്രോളിൽ ഉപയോഗിക്കുന്ന ടൂളാണ്. രണ്ടാമത്തത് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എല്ലാ ബാങ്കുകളും ഈ NDTLൻ്റെ, നേരത്തെ പറഞ്ഞ 100 കോടിയുടെ NDTLൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ്, അത് ഒരു 8-10% എത്ര ആയിക്കോട്ടെ, റേറ്റ് മാറിക്കോട്ടെ. ആ റേറ്റ്സൊക്കെ നമ്മൾ താഴെ തരുന്നുണ്ട്, ഫോളോ ചെയ്ത് നമ്മൾ ഇതിനോടനുബന്ധിച്ച് ആ റേറ്റ്സും കൂടെ തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ എ സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് NDTL ആസ് ക്യാഷ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്
ഓർ ഗോൾഡ്, അങ്ങനെ ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ വിത്ത് ദംസെൽസ്. അത് അവർ തന്നെ സൂക്ഷിക്കണം. അത് ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അത് ചുമ്മാ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. നിങ്ങൾ 100 കോടി എത്ര സൂക്ഷിച്ചിട്ടുണ്ട്, അങ്ങനെ പോരാ. അത് RBI ഓഡിറ്റൊക്കെ ഉണ്ട്, അത് പക്കയായിരിക്കണം. 100 കോടിയാണെങ്കിൽ ആ പെർസെൻറ്റേജ് ബാങ്ക്സ് ആർ ടു മെയിൻറ്റെയിൻ എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് NDTL ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, ഗോൾഡ് ഓർ സെക്യൂരിറ്റീസ്. അത് മസ്റ്റായിട്ടും വേണം. അത് RBI എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ഫൈനൊക്കെ ഉണ്ടാവും. നിങ്ങൾ കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിന് ഫൈനുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് അതിന് ലേറ്റർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2 റേറ്റായി, CRR, SLR. പിന്നെ ഉള്ളത് റിപ്പോ റേറ്റ്, റീപർച്ചേസ് ഓർഡർ. റിപ്പോ മീൻസ് ലെൻഡിങ് റേറ്റ് ഓഫ് RBI. ബാങ്ക്സിന് പണം ആവശ്യം വന്നാൽ RBI അങ്ങോട്ടേക്ക് ലെൻഡ് ചെയ്യും, അങ്ങോട്ട് കൊടുക്കും. RBI സഹായിക്കും, RBI കൊടുക്കും. നിങ്ങൾ RBI പോയിട്ട് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പോയിട്ട് അങ്ങനെ സഹായിക്കുന്നതല്ല, RBI ബാങ്ക്സിനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിപ്പോ റേറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫ് RBI, ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു ബാങ്ക്സ്. അതാണ് റിപ്പോ റേറ്റ്. അങ്ങനെ സഹായിക്കും. തിരിച്ച് നിങ്ങൾക്ക് അടയ്ക്കുകയും ചെയ്യാം. ഇതിനൊക്കെ സെക്യൂരിറ്റി വയ്ക്കണം, ചുമ്മാ തരില്ല. അതിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇങ്ങോട്ട് കൊടുക്കണം RBIക്ക്, എന്നാലേ ലോൺ തരുള്ളൂ. അതുപോലെ തിരിച്ചുകൊണ്ട് റിവേഴ്സ് റിപ്പോ മീൻസ് എന്താണ്? നേരത്തെ പറഞ്ഞ ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു ബാങ്ക് ആണ്. ഇവിടെ എന്താണ്? RBI ആക്സെപ്റ്റ് മണീസ് ഫ്രം ബാങ്ക്സ്. ഇപ്പോൾ ഏതെങ്കിലും ബാങ്കിന് SBIക്ക് ഇപ്പോൾ ഇത്രയും രൂപ, 1000 കോടി രൂപ ഇങ്ങോട്ട് അടയ്ക്കാനുണ്ട് RBI. അത് അടയ്ക്കാൻ പറ്റും. അതിനൊരു റേറ്റ് ഉണ്ട്. അപ്പം റിപ്പോയും റിവേഴ്സ് റിപ്പോയും ചേർന്ന് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ബാങ്കുകൾക്ക് പണം ആവശ്യം വന്നാൽ RBI കൊടുക്കുന്നതിൻ്റെ പേരാണ് റിപ്പോ റേറ്റ്. തിരിച്ചതുപോലെ എന്താണ്? RBI നിങ്ങളുടെ ബാങ്കിന് വരുന്ന എക്സസ് ഫണ്ട് അക്സെപ്റ്റ് ചെയ്തതിൻ്റെ പേരാണ് റിവേഴ്സ് റിപ്പോ. അപ്പോൾ പൈസ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ RBI തരും, നിങ്ങളിലുള്ള എക്സസ് ഫണ്ട് RBI അക്സെപ്റ്റ് ചെയ്യും. ഇതിന് ഒരു മിനിമം ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ റിപ്പോയും റിവേഴ്സ് റിപ്പോയും പറയുന്ന പേര് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. പിന്നെ വേറെ റേറ്റ് ഉള്ളത്, അത് നമ്മൾ ഫെമിലിയർ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ബാങ്ക് റേറ്റ്. ആ റേറ്റ് വെച്ചിട്ടാണ് RBI ബാങ്കുകൾക്ക് പണം തരുന്നത്. എല്ലാ RBI ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് ബാങ്ക് റേറ്റ്. അത് നമ്മുടെ എല്ലാ ബാങ്ക്സിനും മറ്റേ ഗവൺമെൻറ് ഫണ്ട്സും ലിക്വിഡിറ്റിയിലൊക്കെ ഉണ്ടാവും, സെക്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റീഡിസ്കൗണ്ടിങ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സുണ്ട്, റീഡിസ്കൗണ്ടിങ്. RBI റീഡിസ്കൗണ്ട് ചെയ്ത് അങ്ങനെ പൈസ കൊടുക്കുന്നതിൻ്റെ പേരാണ് ബാങ്ക് റേറ്റ്. പിന്നെ വേറൊരു റേറ്റ് എന്ന് വെച്ചാൽ MSF, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. അങ്ങനെ ഒരു റേറ്റ്. ഇപ്പോൾ കുറേ ഉണ്ട്, എല്ലാവരുടെ കൺഫ്യൂഷൻ വേണ്ട. CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ് ആൻഡ് MSF, മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി. അതൊരു എന്താണ്? ടെമ്പററി അറേഞ്ച്മെൻറ്റാണ് ഫോർ 1 ഡേ. അങ്ങനെ 1 ഡേ ആണ്, ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ്. ഇപ്പോൾ ഇന്നൊരു എമർജൻസി വന്നു, ഇപ്പോൾ വിഴിഞ്ഞം ഫണ്ടിങ്ങിന് വേണ്ടി ഒരു ബാങ്കിന് ഇത്രയും ലോൺ കൊടുക്കണം, 500 കോടി സഡനായിട്ട് റിലീസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോഴേക്കും RBI എന്ത് ചെയ്യും? ടെമ്പററി ആയിട്ട് കൊടുക്കും. നെക്സ്റ്റ് ഡേ അത് അടച്ചാൽ മതി. ബാങ്ക്സ് ക്യാൻ അവൈൽ ഓവർനൈറ്റ്, ഒറ്റ ദിവസത്തേക്ക് വേണ്ടി ബാങ്ക്സ് ക്യാൻ അവൈൽ ഓവർനൈറ്റ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് NDL. എന്താണ്? പിന്നെ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ആസ് ഓൺ സെക്കൻഡ് പ്രിസീഡിങ് ഫോർട്ട്നൈറ്റ് എന്നൊക്കെ ഉണ്ട്. അതൊരു ടെക്നിക്കൽ ടേമാണ്. ബാങ്ക്സ് ക്യാൻ അവൈൽ 2% ഓഫ് ദെയർ NDTL ഫോർ 1 ഡേ, ഫോർ ഓവർനൈറ്റ്. അപ്പോൾ അതിൻ്റെ ഈ ലാസ്റ്റ് പറഞ്ഞ വേർഡെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു ബാങ്കിന് ഇപ്പോൾ 1000 കോടി ഉണ്ട്, ഇന്നിപ്പോൾ 1000 കോടി ഈ ഡേറ്റ്, ഇന്നത്തെ പർട്ടിക്കുലർ ഡേറ്റിൽ. അത് സെക്കൻഡ് പ്രിസീഡിങ് ഫോർട്ട്നൈറ്റ്, ഒരു 14 ദിവസം വെച്ച് 28ാം ദിവസം പിറകോട്ട്. ഇന്ന് 1000 കോടിയാണെങ്കിൽ അന്ന് NDL ഇപ്പോൾ 900 ഉള്ളൂ. അതിൻ്റെ 2%, 900-ന് 2% എത്രയാണോ? 1.8 crores അങ്ങനെ എന്തെങ്കിലും വരും. അല്ലെങ്കിൽ 18 കോടി എത്രയാണെന്ന് വയ്ക്കും. അങ്ങനെ 18 കോടി എത്രയാണ്? 900 ആണെങ്കിൽ അതിൻ്റെ 2% ഓവർനൈറ്റ് ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ഡേ അടയ്ക്കണം. ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത് 1000, 100, 1000 അല്ല. ഓരോ ബാങ്കിന് 10,000, 20,000, 4 lakhs crores ഒക്കെയാണ് NDL വരുന്നത്. അപ്പോൾ അതിൻ്റെ 2% ഓവർനൈറ്റ് ആയിട്ട് എടുക്കാം. അതിൻ്റെ പേരാണ് മാർജിനൽ തൽക്കാലത്തിലുള്ള മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റിയാണ്, തൽക്കാലം ഉള്ളതാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് SDF എന്ന് പറയും, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. ഇപ്പം നേരത്തെ ഫണ്ട്സ് റിപ്പോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് വേണം സെക്യൂരിറ്റി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ, RBI പൈസ കൊടുക്കുമ്പോഴേക്കും. ഈ SDF-നാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ എന്താണ്? RBI ലെൻഡിങ് റേറ്റാണ് വിത്തൗട്ട് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ കൊടുക്കുന്നതിൻ്റെ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അതിൻ്റെ പേരാണ് SDF, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് പിറകെ വരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത്രയും പേരുകൾ ഓർമ്മിക്കുക. RBIയുടെ ടൂൾസ് ഓഫ് മോണിറ്ററി കൺട്രോൾ വരുന്നത് CRR, SLR, റിപ്പോ, റിവേഴ്സ് റിപ്പോ, ബാങ്ക് റേറ്റ്, MSF ആൻഡ് SDF. ഓക്കെ.